നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചാനലിൽ നിന്നും വരികയാണ്. എന്റെ ദൈവം, ഞാൻ ഒളിമ്പിക്സിന് പോയ അന്നോട്ടുള്ള ചാനലുകാർ ഇന്റർവ്യൂ ആണ്. എന്താണ് നിനക്ക് അറിയേണ്ടത്? ചേട്ടനല്ലേ ഒളിമ്പ്യൻ അന്തോണി എന്ന് പറഞ്ഞ ആള് ചേട്ടനല്ലേ? അത് ഞാൻ തന്നെ. ഈ ബീജിംഗിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും കായിക താരങ്ങൾക്ക് കോച്ചിങ് കൊടുക്കുകയും ചെയ്ത് ചേട്ടനല്ലേ? പിന്നെ ഞാനല്ലേ അത്. അപ്പൊ ചേട്ടനോട് കുറെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ചേട്ടൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. ചേട്ടാ, ഈ ഒളിമ്പിക്സിന് പോകാൻ വേണ്ടി ഈ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചേട്ടൻ എങ്ങനെയാണ് നടത്തിയത്? ഒളിമ്പിക്സിന് വേണ്ട തയ്യാറെടുപ്പുകൾ ചൈനയിലാണ് ഒളിമ്പിക്സ് എന്ന് അറിഞ്ഞപ്പോഴേ തൊട്ട് ഞാൻ തയ്യാറെടുപ്പ് തുടങ്ങി. ആണല്ലേ? നേരെ എറണാകുളത്തേക്ക് വിട്ടു. ചെന്നിട്ട് ചൈനീസ് റെസ്റ്റോറന്റ് റൂം എടുത്തു. ചൈനീസ് ഫുഡ്, ചൈനീസ് കുളി, ചൈനീസ് ഡ്രസ്, ചൈനീസ് സംഗീതം, ഫുൾ ചൈനക്കാരനായി മാറി. പിന്നെ ചേട്ടാ, ഇന്ത്യക്കാർക്ക് പ്രതീക്ഷയുള്ള മറ്റൊരു മത്സരമായിരുന്നു നീന്തൽ മത്സരം. പക്ഷെ അതിൽ പങ്കെടുത്തില്ല എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. നേരാണോ? ആര് പറഞ്ഞു പങ്കെടുത്തില്ലായിരുന്നു? നമ്മുടെ സുഭാഷല്ലേ പങ്കെടുത്തത്. പിന്നെ അവൻ അപാര നീന്തലല്ലായിരുന്നു. നീന്തലിന്റെ ഗുഡൻസ് എവിടെയാണ്? എവിടെയാണ്? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഡൈവിംഗ് കുതിച്ചങ്ങോട്ട് പോയി. അതിലാണ് എന്റെ സെറ്റപ്പ്. നമ്മള് വിസിൽ കൊടുത്ത് സുഭാഷ് കുതിച്ച് ഞാൻ ഓടി ഫ്രണ്ടിൽ ചെന്ന് എന്നിട്ട് ഇവനിപ്പം നീന്തി കയറി വരുമെന്ന്. ഞാൻ അവിടെ നിന്ന് എന്റെ ദൈവമേ, എല്ലാരും നീന്തി കയറിപ്പോയി. ഈ സുഭാഷിനെ മാത്രം കാണുന്നില്ല. നമുക്ക് ടച്ച് പോരാൻ പറ്റില്ല. ഞാൻ ഇവിടെ പിള്ളേരൊക്കെ വിളിച്ച് സ്വിമ്മിംഗ് പൂള് പറ്റി നോക്കിയപ്പോ എന്താണ് ഈ ചാടിയ ചാട്ടത്തിന് എന്ന് ടൈലിൽ തൈലടിച്ച് ബോധം കെട്ട ഉടക്കിടക്കണം. പിന്നെ ഞാൻ അവനെ താങ്ങിക്കൊണ്ട് പോയി ഐസിയിലായിരുന്നു 2 ദിവസം. അങ്ങനെ. പിന്നെ ചേട്ടൻ മറ്റൊരു ചോദ്യം, ഈ ചേട്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോഴേ അവിടെ അനൗൺസ്മെന്റ് ചെയ്യല്ലേ, എന്ത് കേരളത്തിൽ നിന്ന് ഒളിമ്പ്യൻ അന്തോണി യാദവ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ബാഗ് കുട ചെരുപ്പ് സ്വർണ്ണം എല്ലാം സൂക്ഷിച്ചോളാൻ പറയും. മോശമല്ല, നമ്മൾ ഈ സ്വർണ്ണമൊക്കെ നമ്മൾ അടിച്ചിട്ട് വരുമല്ലോ മെഡലുകൾ. പിന്നെ ചേട്ടാ, ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തതിന്റെ അനുഭവം എങ്ങനെയായിരുന്നു? ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈ പടത്തിൽ ചാൻസ് ഇല്ല, അടുത്ത പടത്തിന് വാ നോക്കാന്ന് പറഞ്ഞു. എന്ത് ഷൂട്ടിങ്? ഈ നസ്രാണിയുടെ ഷൂട്ടിങ്ങിന് ഞാൻ ചെന്നു. ഞാൻ സിനിമ ഷൂട്ടിങ്ങിന്റെ കാര്യമല്ല പറഞ്ഞത്, വെടിവെപ്പ് അതിന്റെ കാര്യമല്ലേ ചോദിച്ചത്. പിന്നെ ചേട്ടാ, ഈ ജൂഡോ ഭയങ്കര ചൂടാ. ചൈന നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയാണ് ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. ചേട്ടാ, ഞാൻ അതല്ല ചോദിച്ചത്, ജൂഡോ എന്ന് പറഞ്ഞ മത്സരം. എടാ, അത് പിള്ളേര് കളിക്കുന്ന കളിയല്ലേ, നമ്മളെന്തിനാ അതിലൊക്കെ ചെന്ന് ചാടണം. പിന്നെ ചേട്ടാ, ഈ കായിക താരങ്ങൾക്ക് പൊതുവേ ഉള്ള ഒരു ശീലമാണല്ലോ ഈ മരുന്നടിക്കുന്ന ശീലം. ചേട്ടന് ഇതേ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് നല്ലതാണോ? നല്ലതല്ല. ഒരിക്കലും കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുപ്പ് മരുന്നടിക്കരുത്. അതാണ് ഞാനും പറയുന്നത്. ഒരു രീതിയിലും മരുന്നടിക്കരുത്. മത്സരം കഴിഞ്ഞ് മരുന്നടിച്ച് ഇത്തിരി ചോറുമൊക്കെ കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. ചേട്ടാ, മത്സരത്തിന് മുമ്പല്ലേ നമ്മൾ ഉത്തേജനം കിട്ടാൻ വേണ്ടി മരുന്നടിക്കുന്നത്? എടാ, അത് മറ്റേ മരുന്ന്. ഇത് മത്സരം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് ചെറിയ മരുന്നൊക്കെ അടിച്ച് 2 അടിച്ചിട്ട് കിടന്നുറങ്ങും ഇല്ലേ? പിന്നെ ചേട്ടാ, മറ്റൊരു ചോദ്യം, ഈ ട്രാക്ക് മത്സരത്തിൽ പങ്കെടുത്തിട്ട് എങ്ങനെയായിരുന്നു? അവിടെ ട്രാക്കൊന്നും ഇല്ല. ചൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സെറ്റപ്പ് അല്ല. ട്രാക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കല്യാണത്തിനൊക്കെ നടത്തുന്ന പരിപാടിയില്ല. ട്രാക്കാനുള്ള അവിടെ ഫുൾ ഓർക്കസ്ട്ര വെച്ച് കാശ്. ചേട്ടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഈ വരയൊക്കെ വരച്ചിട്ട് വരയുടെ നടുക്കേക്കൂടെ ഓടുന്ന ഒരു സംഭവം, വരയുടെ കൂടെ ഓട്ടം. അങ്ങനെ വയ്ക്കട്ടെ. എടാ, ഓട്ട മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയതല്ലേ. ആണോ? പിന്നെ ഞാൻ തയ്യാറായി ട്രാക്ക് അങ്ങോട്ട് ചെല്ലാനും വിസിലടിക്കണം ഒച്ച കേട്ട് ആ ഒറ്റ ഓട്ടായിരുന്നു. എന്നിട്ട് ഫസ്റ്റിലെ ഫിനിഷ് ചെയ്ത് അവിടെ നിന്ന് റബറി ഉണ്ടല്ല, അവൻ ചുമലക്കൊടി കാണിച്ച് എന്നെ ഫൗള് വിളിച്ച് വെളിയാക്കി. അറിയാമോ? ചേട്ടന് 1ാം സമ്മാനം കിട്ടിയിട്ട് ചേട്ടന് ഫൗള് വിളിച്ച് പുറത്ത് കാണിച്ചെങ്കിൽ ചേട്ടന് തീർച്ചയായിട്ടും അപ്പീൽ ചെയ്യാൻ പാടില്ല. ഞാൻ അപ്പീൽ ചെയ്തു. എന്നിട്ട് അപ്പൊ അവന്മാര് പറഞ്ഞെന്നറിയാവോ, അന്തോണി നടത്ത മത്സരത്തിന്റെ ഇടയ്ക്കൊറിക്കുന്ന ഓടി എന്നാത്തിനാണെന്ന് ചോദിച്ചാൽ എന്നെ 20,000 രൂപ ശിക്ഷിച്ചറിയാവോ? അത് ശരി, നടത്ത മത്സരത്തിന്റെ ഇടയ്ക്കൊക്കെ കയറിയാണ് ഇങ്ങനെ ഓടിയതല്ലേ. ചേട്ടന് ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ, ചേട്ടൻ ഈ ഒളിമ്പിക്സിൽ അല്ലാതെ മറ്റേതെങ്കിലും ഏഷ്യൻ ഗെയിംസ് അങ്ങനെ ഏതെങ്കിലും ഗെയിംസിൽ വല്ലതും ചേട്ടൻ കായിക താരങ്ങൾക്ക് കോച്ചിങ് കൊടുത്തിട്ടുണ്ടോ? എടാ, ഒരു കോച്ചുമാരും ചെയ്യാത്തൊരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. ആണോ? പിന്നെ അതെന്താണ്? ഈ ലോകത്തിലെ ഏറ്റവും ഭയങ്കരനായ പൂച്ചയെ തെരഞ്ഞെടുക്കാനായിട്ട് മത്സരം നടത്തി. പിന്നെ ഇന്ത്യയുടെ പൂച്ചനെ കൊണ്ടുപോയി ഞാൻ 1ാം സമ്മാനം നേടിയെടുത്തില്ലേ? അതെന്തായാലും ഞാൻ വിശ്വസിക്കുകയില്ല. എടാ, നിനക്കറിയാൻ വയ്യാണ്ടാണ്. എടാ, ഞാൻ ഇന്ത്യയുടെ പൂച്ചനെ കൊണ്ടുപോയി ഫ്രാൻസിന്റെ പൂച്ച, അമേരിക്കയുടെ പൂച്ച, ചൈനയുടെ പൂച്ച, റഷ്യയുടെ പൂച്ച, അങ്ങനെ തടിമാടന്മാരായ സകല പൂച്ചനെ തറവച്ചിച്ച് ഇന്ത്യയുടെ പൂച്ച മെഡലും കൊണ്ടുപോകുന്നു. എന്റെ പൊന്നി ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് അത് മാത്രം ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം അമേരിക്ക, ഇംഗ്ലണ്ട്, ജപ്പാൻ, ഫ്രാൻസ് എന്നിങ്ങനെ വികസിത രാജ്യത്തെ പോഷകാഹാരം കഴിക്കുന്ന പൂച്ചകളെ തോപ്പിച്ച് ഒരിക്കലും പട്ടിണി രാജ്യമായ ഇന്ത്യയിലെ പൂച്ചനെ വിജയിപ്പിക്കാൻ ചേട്ടന് സാധിക്കില്ല. സാധിച്ചു, എനിക്ക് സാധിച്ചു. അവിടെയല്ല ഞാൻ ബുദ്ധി പ്രയോഗിച്ചത്. എന്ത് ബുദ്ധി? എടാ, ഇവിടുന്ന് പൂച്ച എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയ സാധനം എന്താണ്? എന്താണ്? എടാ, കേരളത്തിലെ പുലിയല്ലേ, പുലി.